ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് സഭയിൽ കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ വായനകളിൽ ഹെറോദേസിനെ കുറിച്ചിൻ്റെ ആ വായനകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ ഒരു കാലഘട്ടം എത്രയോ കുഞ്ഞുങ്ങളാണ് അബോർഷനൊക്കെ ചെയ്യപ്പെട്ടു പോകുന്നത് അല്ലേ. ഇവരെല്ലാം ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അല്ലേ. അങ്ങനെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെ അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യുന്ന മാതാപിതാക്കളുടെ ദൈവത്തിന് കരുണ വരാൻ, അങ്ങനെ ചെയ്യാൻ ഒരുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാതിരിക്കാൻ ഒരു കൃപ കിട്ടാൻ വേണ്ടി അങ്ങനെ എല്ലാം പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ കുഞ്ഞു പൈതങ്ങൾ പ്രത്യേകം മധ്യസ്ഥതയാൽ നിങ്ങളുടെ കാര്യങ്ങളെല്ലാത്തിലും എല്ലാം ദൈവത്തിൻ്റെ ഒരു കരുണ ഉണ്ടാകാൻ വേണ്ടി കൂടി നിയോഗം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. അമേൻ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സുഖമാണോ? വേഗം വാ. പ്രൈസ് ദി ലോർഡ്. അവധിക്കാലമായിട്ട് ഫുള്ള് കളിയാണോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുട്ടികളെ പ്രത്യേകം ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ് കേട്ടോ. ജനുവരി 1 മുതൽ 4 വരെ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ധ്യാനം വാഴക്കുളത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെല്ലാം വേഗം പപ്പയോട് അമ്മയോട് പറഞ്ഞിട്ട് വാഴക്കുളത്ത് വിളിച്ച് ബുക്ക് ചെയ്യുക നമ്മുടെ അപേക്ഷ സെന്ററിൽ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ജനുവരി 1 മുതൽ 4 വരെ, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ അങ്ങോട്ട് പോകാം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഹൃദയത്തിൽ പോലും ഇങ്ങനെ പറയരുത് എന്നുള്ളതാണ്. സമാന തലക്കെട്ടുകൾ വേറെ വന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ദാനിയേൽ 4:30 വചനം. ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 4:30. നബൂഖദ്നേസർ രാജാവാണ് കഥാപാത്രം. വചനം ഇതാണ്: നബൂഖദ്നേസർ രാജ മനോഹരമായ രാജകൊട്ടാരം പണിതു. എന്നിട്ട് രാജകൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഇങ്ങനെ ഉലാത്തുവാണ്. അങ്ങനെ ഉലാത്തുന്ന സമയത്ത് പറയുകയാണ്, എൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി രാജമന്ദിരമായി എൻ്റെ മഹാപ്രഭാവത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ ഈ മഹത്തായ ബാബിലോൺ. കഥാപ്രസംഗത്തിന്റെ പിള്ളേര് പറഞ്ഞ പോലെ ഒരൊറ്റ ഡയലോഗാണ്. ശരിയാണ്, നബൂഖദ്നേസർ രാജ മനോഹരമായ രാജകൊട്ടാരം പണിയിച്ചു. അങ്ങേര് തന്നെയാണ് പണിയിച്ചത്, സമ്മതിച്ചു. എന്നിട്ട് അദ്ദേഹം ആ കൊട്ടാരത്തിന് മട്ടപ്പവും ഇല്ലാത്തുമ്പോൾ പുറത്തൊരു മനുഷ്യനോടല്ല പറയുന്നത്, ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്തൊരു ചിന്ത. എന്താ ചിന്ത? എൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി അല്ലേ, എൻ്റെ രാജകീയ മഹത്വത്തിന് വേണ്ടി. എന്നിട്ട് പറയുകയാണ്, രാജമന്ദിരം പിന്നെ എൻ്റെ മഹാപ്രഭാവത്താൽ, എൻ്റെ കഴിവിനാൽ, എൻ്റെ ചങ്കൂറ്റത്താൽ അല്ലേ, ആൽബലത്താൽ ഞാൻ നിർമ്മിച്ചതല്ലേ മഹത്തായ ബാബിലോൺ എന്ന് പറഞ്ഞിട്ട് ഈ രാജകൊട്ടാരം പരിസരങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പെട്ടെന്ന് തന്നെ കർത്താവിൻ്റെ ദൂതൻ്റെ ഇടപെടൽ വരികയാണ്. പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് പിന്നെ നിങ്ങൾക്ക് താഴെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുകൊണ്ടാണ് പറയുന്നത്, ഒരിക്കലും യാക്കോബ് 4 ആത്മപ്രശംസ എന്ന് പറയുന്നത് വലിയ തിന്മയാണ്. ശരിക്കും ഇത് നോക്കിയേ, ഈ ഇംഗ്ലീഷ് പോലെയാണെങ്കിൽ ദ വേർഡ്സ് വാസ് സ്റ്റിൽ ഇൻ ഹിസ് മൗത്ത് എന്നാണ്. എന്ന് പറഞ്ഞാൽ വാക്ക് പുറത്തേക്ക് വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ വാക്ക് രാജാവിൻ്റെ വായിൽ നിന്ന് വീഴുന്നതിന് മുൻപ് തന്നെ ദൈവത്തിൻ്റെ ഇടപെടൽ വന്നു എന്നാണ് അടുത്ത വചനം പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു കാരണവശാലും നമ്മൾ ഈ അഹങ്കാരം എന്ന് പറയുന്ന പാപം, ആത്മപ്രശംസ എന്ന് പറയുന്ന പാപം, ഞാൻ നേരത്തെ വേറെ ഒരു വചനവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ 1-ാം പ്രമാണ ലംഘനത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു പാപമാണ്. അപ്പോൾ അതുകൊണ്ടൊന്നും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലേ. അഹങ്കാരം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ കൊണ്ടുവരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ ഉദാഹരണം ഞാൻ നമ്മുടെ കാലത്ത് നമ്മുടെ കഴിവിനാൽ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചില വാക്കുകൾ പുറത്തേക്ക് വന്നില്ലേ പോലും ഇങ്ങനെ ചിന്തയിൽ കിടക്കുന്ന മേഖല പോലും നമുക്ക് ഒരുപാട് അപകടങ്ങൾ വിളിച്ചു വരുത്തും, ഒരുപാട് അപകടങ്ങൾ. ശരി, അഹങ്കാരം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം നൽകാത്ത അവസ്ഥയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. ദ ഗ്ലോറി ഈസ് ഓൺലി ഫോർ ഗാഡ്. ഈശോയ്ക്ക് മാത്രമാണ്, ദൈവത്തിന് മാത്രമാണ് മഹത്വം. മഹത്വം നമ്മൾ എടുക്കരുത്. മഹത്വം ഈശോയ്ക്ക് മാത്രമാണ്, ദൈവത്തിന് മാത്രമാണ് മഹത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിൻ്റെയും മഹത്വവും നന്ദിയും പുകഴ്ച ആരാധന എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. ഇപ്പം നമ്മൾ അങ്ങനത്തെ സംഗതി ഒന്നും എടുക്കരുത്. മറ്റുള്ളവരെ നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ പോലും നമ്മളത് എടുക്കരുത്. എല്ലാം ഈശോയ്ക്ക്, സർവ്വ മഹത്വം ഈശോയ്ക്ക്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരാൻ കർത്താവ് ഈ വചനങ്ങളൊക്കെ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വഴികളിലൂടെ നമ്മൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബൈബിൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു അല്ലേ. അപ്പം നെഗറ്റീവായിട്ടുള്ള ഇവൻറ്റുകൾ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഈശോ പ്രത്യേകം കൂടെയുണ്ട്. പിന്നെ ഇനിയിപ്പം പുതുവത്സരത്തിന് വേണ്ടിയൊക്കെ ഒരുങ്ങണം. പിന്നെ ഹോളി ഫാമിലി തിരുനാളൊക്കെ വരുന്നു, തിരുക്കുടുംബം തിരുനാളുകൾ എല്ലാം ഒരുങ്ങി പ്രാർത്ഥിക്കണം. നമ്മുടെ ഡീക്കനച്ചന്മാരുടെ പട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർക്കെല്ലാം വേണ്ടി പ്രത്യേകം എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഈ നാളുകളിലെല്ലാം നമ്മുടെ ധ്യാനം കൂടി പിള്ളേരല്ലേ അല്ലേ, എല്ലാം ഓർക്കണം കേട്ടോ.
ഞാൻ നമ്മുടെ നാളെ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. പ്രൈസ് നമുക്ക് സ്തുതിക്കാം, നന്നായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു. നന്നായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് കുഞ്ഞപ്പൈതങ്ങളുടെ തിരുനാൾ ദിവസം കർത്താവായ ദൈവമേ, രക്തസാക്ഷികൾ ഗണത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ കർത്താവായ ദൈവമേ, അവരൊക്കെ പ്രത്യേകമായൊരു മധ്യസ്ഥ സഹായവും കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഇപ്പോഴത്തെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം കാത്തോളണമേ കർത്താവ്. അതുപോലെ തന്നെ കർത്താവായ ദൈവം അബോർഷനൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കുമ്പോൾ ദൈവശക്തിയാൽ അവർക്ക് മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇങ്ങനത്തെ പൈശാചിക തിന്മകൾ ഞങ്ങളുടെ കുടുംബത്തിന് തലമരുന്ന് ഒഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനത്തെ മേഖലകൾ സംഭവിച്ചു പോയവർ നന്നായിട്ട് അനുദപിച്ച് കുമ്പസാരിക്കാൻ കർത്താവിൻ്റെ കൃപ കർത്താവെ താങ്ങട്ടെ എന്ന് ആശീർവദിക്കുക. നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ആശീർവദിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കട്ടെ. നിങ്ങളുടെ കാവൽമാലാകന്മാരുടെ പ്രത്യേക ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ. നിങ്ങളുടെ പേരിൻ്റെ കാര്യത്തിലേക്കുന്ന വിശുദ്ധരുടെ പ്രത്യേക മാധ്യസ്ഥ സഹായം ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ നാമത്തിൻ്റെ, ഈശോയുടെ രക്തത്തിൻ്റെ, ഈശോയുടെ വചനത്തിൻ്റെ, ഈശോയുടെ കുരിശിൻ്റെ അടയാളത്തൊക്കെ വലിയ സംരക്ഷണം നിങ്ങൾക്കുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടിയുണ്ട്, എപ്പോഴും എന്നേക്കും. ആമേൻ.